പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിങ്ങൾ ഈയിടെ വന്ന ഒരു ഹൈക്കോടതി വിധി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടെറസിലെ ഡ്രസ് വർക്കിന് നികുതി ഈടാക്കിയ കേസിൽ ഡ്രസ് വർക്ക് ചെയ്തെന്ന് കരുതി കെട്ടിട നികുതി ഈടാക്കരുത്. അതിൻ്റെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചോക്കാം. ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, താമസം, വാണിജ്യ ആവശ്യം എന്നിവയ്ക്ക് ഉപയോഗിച്ചാൽ നികുതി ഈടാക്കാം. അതായത് വാർത്ത ഒന്ന് ശ്രദ്ധിക്കാം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിൽ തുറന്ന ഡ്രസ് വർക്ക് ചെയ്ത ഭാഗത്തിന് കെട്ടിട നികുതി ബാധകമല്ലെന്ന് ഹൈക്കോടതി. അതേസമയം ഈ സ്ഥലം അടച്ചുകെട്ടി ആൾ താമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിച്ചാൽ ഡ്രസ് വർക്കിന് താഴെയുള്ള ഭാഗം കൂടി നികുതി നിർണയത്തിന് കണക്കാക്കാൻ കഴിയുമെന്ന് കോടതി വ്യക്തമാക്കി. ഇത് തന്നെയാണല്ലോ കെട്ടിട നിർമ്മാണ ചട്ടത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടച്ചുറപ്പുള്ള മുറിയാക്കി മാറ്റുക, അടച്ചുകെട്ടി ആൾതാമസത്തിനോ വാണിജ്യത്തിനോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രില്ല് അല്ലെങ്കിൽ ഒരു നെറ്റ് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാലും അടച്ചു കെട്ടിയതിന് തുല്യമാണ്. അതുതന്നെയാണ് പഞ്ചായത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുണി ഉണക്കാനിടുന്നതിന് പ്രത്യേകിച്ചിട്ട് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഈ ഡ്രസ് വർക്കിന് കീഴെ നിങ്ങൾ ഒരു സോഫയോ ഒരു ടേബിളും ഇരിക്കാനുള്ള സൗകര്യം, അപ്പോൾ അത് സിറ്റിംഗ് ഏരിയ ആയിട്ട് മാറും. അപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ അകത്ത് വരും, താമസ ഉപയോഗം. താമസ ഉപയോഗം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുക എന്ന് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള സിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നതും താമസ കാര്യം തന്നെയാണ്. അപ്പോൾ ടാക്സിൽ പെടും. അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം പഞ്ചായത്തുകളും നിങ്ങൾ ഷീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കെട്ടിട നികുതിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ തവണയും അവർക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ താമസത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. അത് മുൻകൂട്ടി താമസത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ കെട്ടിട നികുതിയിൽ ഉൾപ്പെടുത്തിയാൽ പിന്നീട് അത് നിങ്ങൾ പരിവർത്തനം ചെയ്തു കഴിഞ്ഞാലും പഞ്ചായത്തിന് ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒറ്റത്തവണ നികുതിയിൽ ഈ ഡ്രസ് വർക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ആഡംബര നികുതിയിൽ അത് കണക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ എല്ലാ വർഷവും ആഡംബര നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ മൊത്തം അളവ് വരികയാണെങ്കിൽ ആഡംബര നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കോടതി വിധി കൊണ്ട് 90% കൂടുതൽ ആൾക്കാർ ഒരു ഗുണവും ലഭിക്കില്ല എന്നതാണ്. എന്നാൽ ലഭിക്കും ആർക്ക്? നിങ്ങൾ ഡ്രസ് വർക്ക് മുകളിൽ വീട് ചോരുന്നതിനോ വീടിൻ്റെ പ്രൊട്ടക്ഷനോ ആയിട്ടോ ചെയ്തിട്ട്, അല്ലെങ്കിൽ വാണിജ്യ കെട്ടിടത്തിൻ്റെ മുകളിൽ ചെയ്തിട്ട് അത് യാതൊരു ഉപയോഗത്തിനും വെക്കാതെ അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ ഈ കോടതി വിധി കൊണ്ട് ഗുണമുണ്ടാവും. പക്ഷെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഉൾഭാഗം ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ഡ്രസ് വർക്ക് ചെയ്യുക. ഒന്നിക്കൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം പേരും ഡ്രസ് വർക്ക് ചെയ്യുന്നത്. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ.